3 പിള്ളേർ സെറ്റ് ചേർന്ന് രാത്രി യമഹയുടെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോയുടെ CCTV വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുന്നത് ഡിസംബർ 17-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 2 മണിക്ക് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ CCTV വിഷ്വൽസിൽ കാണുന്ന പോലെ 3 പിള്ളേർ സെറ്റ് ചേർന്നിട്ടാണ് ഈ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കും തീരെ പ്രതീക്ഷയില്ല. കാരണം ഇത് ഇനി അന്വേഷിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിള്ളേർ സെറ്റായതുകൊണ്ട് പൊളിച്ച് കളയാനാണ് ചാൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ വണ്ടി കാണുകയാണെങ്കിൽ KL 64H9240 എന്ന് പറയുന്ന യമഹയുടെ R15ൻ്റെ ബ്ലാക്ക് കളർ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി നിങ്ങളും വണ്ടി ഇതേപോലെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തപോലെ മണ്ടത്തരം ചെയ്യാതിരിക്കുക. വണ്ടി പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ ഹാൻഡിൽ ലോക്ക് ഇട്ട് വെക്കുക. പിന്നെ കക്കാനുള്ളവരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കക്കും, പിന്നെ എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ രാത്രി ഇറങ്ങി നടക്കുന്ന സൈക്കോയും ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്. നമുക്കിപ്പം അത്യാവശ്യം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി അത് പൊളിച്ച് കളയുമോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ അറിയില്ല. നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി അത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ട് കിട്ടുകയാണെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത്രയും വിഷ്വൽസ് നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് പോലീസിൻ്റെ സഹായത്തോടെ കിട്ടിയ വിഷ്വൽസാണിത്, CCTV വിഷ്വൽസ്. കൂടുതൽ ലീഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇൻ കേസ് അവർ അന്വേഷിക്കുന്നുണ്ട്. ഇൻ കേസ് ഇവരെയൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇവരിനിയും ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ളവരായിരിക്കും, ഇങ്ങനെ കട്ടുകൊണ്ട് പോകാനും മറ്റുള്ളവരുടെ മുതലെടുത്തുകൊണ്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ നമുക്കും ഇത് സംഭവിക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്കിത് വണ്ടി കണ്ടു കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെ കോമൺ ആണെന്ന് തോന്നുന്നു, തൃശ്ശൂർ പട്ടാളം സൈഡൊക്കെ.